അഴിമതിക്കെതിരെയുള്ള കളക്ടർ മേഡത്തിന്റെ ഈ പോരാട്ടത്തിന് മരിച്ചു വീഴുന്നവരെ ഈ കുമാരനുണ്ടാവും ഉറപ്പ്. എങ്കിൽ സുധാകരന്റെ കുടുംബത്തോട് സർജറിക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കൊള്ളാൻ പറയൂ. പണവുമായിട്ട് ഞാൻ എത്തിയേക്കാം. ശരി മാഡം. ഓഫീസിലേക്ക് ചെന്നാൽ മതി, ഞാൻ ഫയല് അങ്ങോട്ട് അയച്ചോളാം. ഒരു 10-20 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റിന്റെ ഫുൾ കോപ്പി കിട്ടും. അതുപോലെ. വളരെ ഉപകാരം ഡോക്ടർ, കാര്യങ്ങൾ ഇത്രയും ഈസി ആക്കി തന്നതിന്. അതിന് നന്ദി പറയേണ്ടത് വൈരമുത്തുവിനോടാ. കാര്യങ്ങൾ പറഞ്ഞപ്പോഴേ എനിക്കിവിടെ അതിന്റെ ഫയൽ എടുക്കാൻ പറ്റി. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇനിയും വരാം. എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ എന്താണെങ്കിലും ചെയ്തു തരുന്നതിൽ സന്തോഷമേ ഉള്ളൂ. താങ്ക് യു ഡോക്ടർ. മാഡം എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? കുമാരേട്ടന്റെ ഒരു സഹായം എനിക്ക് വേണം. ആ സഹായം എനിക്ക് കിട്ടിയാലേ ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. എന്നെപ്പോലെ ഒരാൾക്ക് ഇതിൽ പരം സന്തോഷം വരാനുണ്ടോ? മാഡം പറഞ്ഞോളൂ. എന്ത് കാര്യമായിരുന്നാലും എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പുറത്തുനിന്ന് കീർത്തി ഹോസ്പിറ്റലിനെതിരെ എന്ത് ആരോപണം ഉന്നയിക്കാനും ആർക്കും സാധിക്കും. പക്ഷേ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കി പ്രതികരിക്കണമെങ്കിൽ പുറത്തു നിന്നിട്ട് കാര്യമില്ല. എന്തെല്ലാം തട്ടിപ്പുകളാണോ അവിടെ നടക്കുന്നത്, അതിന്റെ ഒപ്പം അതിന്റെ ഭാഗമായി നമ്മളും അവിടെ വേണം. ജില്ലാ കളക്ടർ ശാലിനിയായിട്ടല്ല, സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരാളായിട്ട് എനിക്ക് ആ ഹോസ്പിറ്റലിനുള്ളിൽ കയറിപ്പറ്റണം. അതിനെന്താ വഴി? കാര്യം മനസ്സിലായി. ഹോസ്പിറ്റലിനകത്ത് മാഡത്തിന് ആരുടെയും കണ്ണിൽ പെടാതെ നിൽക്കാനുള്ള ഒരു സ്പേസ് വേണം. അതിന് അവിടെ സർജറിക്കായി അഡ്മിറ്റ് ആയിരിക്കുന്ന ഏതെങ്കിലും ഒരു പേഷ്യന്റിന്റെ ബന്ധുവായിട്ടോ ബൈസ്റ്റാൻഡർ ആയിട്ടോ അങ്ങനെ ഒരാളായി എനിക്ക് അവിടെ നിൽക്കാൻ പറ്റണം. അതിനുള്ളൊരു വഴി, അതാ ഞാൻ ചോദിക്കുന്നത്. അതിന് മാഡം മറ്റാരെയും നോക്കി പോകേണ്ട കാര്യമില്ല. മാഡം വീട് വെച്ച് കൊടുക്കാമെന്നേറ്റ ദീപുവിന്റെ അച്ഛൻ സുധാകരൻ നട്ടലിന്റെ ശസ്ത്രക്രിയക്കായി ആ ഹോസ്പിറ്റലിലേ കിടക്കുന്നത്. അങ്ങനെ ഒരു കാര്യമുണ്ടല്ലേ? പണത്തിന്റെ ബുദ്ധിമുട്ട് ആ കുടുംബത്തിന് ഏറെയാണല്ലോ. ഈ ഓപ്പറേഷൻ ചെയ്യാതെ സുധാകരന് പഴയ പോലെ ജോലി ചെയ്യാനോ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനോ കഴിയില്ല. അവിടെയും ഓപ്പറേഷൻ കിറ്റിന്റെ പണം അടയ്ക്കാത്തത് കൊണ്ടാണോ സർജറി വൈകുന്നത്? അല്ലാതെ വേറെ തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ. ചെല്ലേണ്ട രീതിയിൽ ചെന്നില്ലെങ്കിൽ രോഗി അവിടെ കിടന്ന് ചാകത്തേ ഉള്ളൂ. തിരിഞ്ഞു നോക്കത്തില്ല അവിടത്തെ അറ്റൻഡർ പോലും. താഴേക്കിടയിലുള്ള തൂപ്പുജോലിക്കാര് പോലും കൈക്കൂലി കിട്ടിയാലേ പ്രസാദിക്കൂ. അതാണ് അവിടത്തെ അവസ്ഥ. സാധാരണക്കാരന്റെ ഏക ആശ്രയമാണ് ഇതുപോലത്തെ ആശുപത്രികൾ. അവിടെ ഇതുപോലുള്ള കൊള്ളകൾ നടന്നാൽ സാധാരണക്കാര് എങ്ങനെയാണ് മാഡം ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വരുന്നത്? ചുമ്മാതാണോ ഓപ്പറേഷൻ തിയേറ്ററിൽ ഇരിക്കേണ്ട കത്രികയും പഞ്ഞിയും ഒക്കെ പേഷ്യന്റിന്റെ വയറ്റിൽ കാണുന്നത്? പോക്കറ്റിലേക്ക് വന്നു വീഴുന്ന പണത്തിന്റെ അളവ് കുറയുമ്പോഴാണത്. പാവങ്ങളെ രക്ഷിക്കാൻ, നല്ലൊരു ചികിത്സ അവർക്ക് ഉറപ്പാക്കാൻ നന്മയുള്ള നിങ്ങളെപ്പോലുള്ള ആൾക്കാര് മുന്നിട്ടിറങ്ങണം മാഡം. നന്മയുള്ള ആൾക്കാരും ഈ ലോകത്ത് ജീവിക്കുന്നുണ്ടെന്ന് അവരൊന്ന് മനസ്സിലാക്കട്ടെ. സുധാകരന്റെ സർജറി കിറ്റിനുള്ള പണം ഞാൻ അടയ്ക്കാം. എത്രയും പെട്ടെന്ന് സർജറി നടത്തുകയും ചെയ്യാം. ഒപ്പം എവിടെയൊക്കെയാണോ ചൂഷണം നടക്കുന്നതെന്ന് രഹസ്യമായി അറിയാൻ വേണം. കുമാരേട്ടൻ അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്തോളൂ. മഴ പെയ്യുമ്പോ കുട്ടികൾക്ക് അവധി കൊടുക്കാൻ മാത്രമല്ല, തൻ്റെ ഇടമുള്ള ഒരു കളക്ടർക്ക് പലതും ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്ന് തെളിയിച്ചു കൊടുക്കണം. അഴിമതിക്കെതിരെയുള്ള കളക്ടർ മേഡത്തിന്റെ ഈ പോരാട്ടത്തിന് മരിച്ചു വീഴുന്നവരെ ഈ കുമാരനുണ്ടാവും ഉറപ്പ്. എങ്കിൽ സുധാകരന്റെ കുടുംബത്തോട് സർജറിക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കൊള്ളാൻ പറയൂ. പണവുമായിട്ട് ഞാൻ എത്തിയേക്കാം. ശരി മാഡം. പിന്നെ നാടിനാവശ്യം മരിച്ചു വീഴാൻ പോകുന്ന കുമാരനെയല്ല, പാവങ്ങൾക്ക് വേണ്ടി ഒപ്പത്തിനൊപ്പം നിന്ന് പൊരുതുന്ന ഊർജ്ജസ്വലനായ കാഹളം കുമാരനെയാണ് അവർക്ക് വേണ്ടത്. എനിക്കവിടെ കാണേണ്ടതും അങ്ങനെ ഒരാളെ തന്നെയായിരിക്കണം. കാരണം പണത്തോടുള്ള ആർത്തി നിലനിൽക്കുന്നിടത്തോളം കാലം
അഴിമതി തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷേ അതിന് ഇതുപോലെ തടയിടാൻ പറ്റും. അതിന് നിങ്ങളെപ്പോലുള്ള ആളുകൾ ജീവിച്ചിരിക്കണം. ഞാൻ കൂടെ ഉണ്ട് മാഡം. അയ്യോ മഹേട്ടാ, അയ്യോ. പേടിക്കാനൊന്നുമില്ലടി. എന്നാലും ഈ കിടപ്പ്. അച്ഛാ, ആ നീയും തുടങ്ങിയോ? ശിവൻ ഏട്ടൻ വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അച്ഛാ. വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അറിഞ്ഞാലും അവൻ വരുമൊന്നുമില്ല. ഞാനിപ്പോ അവന്റെ ശത്രുവല്ലേ. എന്താ ഈ പറയുന്നത്? അച്ഛനും മോനും ഒന്നും രണ്ടും പറയുന്നതിനിടയ്ക്ക് എന്ത് ശത്രുത ഇരിക്കുന്നു? അതൊക്കെ എല്ലാ വീട്ടിലും ഉള്ളതല്ലേ. ഏട്ടൻ വിവരം അറിയാഞ്ഞിട്ടാ അച്ഛാ, അല്ലെങ്കിൽ ഏട്ടൻ ഇവിടെ ഉണ്ടായേനെ. എന്തിനാ മോളെ കള്ളം പറയുന്നേ? അവൻ വരില്ല, എനിക്ക് ഉറപ്പുണ്ട്. അതെ, ഡോക്ടർ വരാറായി. നിങ്ങളൊന്ന് പുറത്തേക്ക് നിൽക്കേ. മഹേട്ടാ, അയ്യോ. നീ വിഷമിക്കണ്ട, എനിക്കൊന്നുമില്ല. നിങ്ങളെ വഴക്കിട്ട് പുറത്താക്കിയപ്പോ എന്നാ പിന്നെ യവനിട്ട് ചെറിയ ഒരു പണി വെച്ചേക്കാവുന്ന ഈശ്വരനും തീരുമാനിച്ചു, അത്രേ ഉള്ളൂ. പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെയായിരുന്നു. ഇപ്പൊ സ്പോട്ടിൽ തരും പണി. കണ്ടില്ലേ കിടക്കുന്ന കിടപ്പ്? അധികം സംസാരിക്കണ്ട അച്ഛാ. ഇപ്പോഴാ മോളെ എന്തെങ്കിലും ഒന്ന് സംസാരിച്ചു തുടങ്ങിയത്. ദേവി, ഇത് നിങ്ങൾ രണ്ടുപേരും ഒന്ന് പുറത്തേക്ക് നിൽക്കണം. ഡോക്ടർ വന്ന് കണ്ട വഴക്ക് പറയും. പുറത്തേക്ക് നിന്നോ? എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. മഹേട്ടാ, ഉം. ഉം. മോളെ, നീ ശിവനെ വിളിച്ച് കാര്യം പറയേ. മഹേട്ടൻ അവനെ കാണുന്നുണ്ട്. അവൻ എവിടെയാണോ ആവോ. ഈശ്വര. രേഷ്മയല്ലേ? ആ അതെ. വിഷ്ണുവിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റിന് അതെ, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ആയിട്ടുണ്ട്, വരൂ. ആ വാ. ചന്ദ്ര പറഞ്ഞോ? ഏട്ടാ, അച്ഛൻ ഇന്നലെ രാത്രി ഒരു ആക്സിഡന്റ് ഉണ്ടായി. ആക്സിഡന്റോ? എന്നിട്ട് ഹോസ്പിറ്റലില്